ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന വ്യത്യസ്തമായ ഒരു ആചാരമാണ്. എറണാകുളം ജില്ലയിലുള്ള വരാപ്പുഴം ജയദുർഗ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് അടയ്ക്കാമരം വെട്ടൽ എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം, അതായത് ഈ ഉത്സവത്തിന് തെക്ക് വശത്ത് നിന്നാണ് അടയ്ക്കാമരം വെട്ടുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അത് വടക്ക് വശത്തു നിന്നായിരിക്കും. അത് ഒരുപോലെയുള്ള ഒരുമിച്ചുള്ള രണ്ട് അടയ്ക്കാമരമാണ് അവർ വെട്ടുന്നത്. ആദ്യം പൂജാരി വന്ന് പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ അടയ്ക്കാമരം അഥവാ കവുങ്ങ്, നമ്മളെ വടക്കോട്ടൊക്കെ കവുങ്ങ് എന്നാണ് പറയുന്നത്, വെട്ടുന്നത്. ഈ രണ്ടും വെട്ടിയിട്ട് നിലത്ത് വീഴാതെ അവർ വെട്ടിയെടുക്കും. എന്നിട്ട് കയറിലിത് ബന്ധിക്കും. ഇത് ദാരികാസുരനെ കീഴ്പ്പെടുത്തുന്നത്, അതാണ് അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഈ രണ്ട് അടയ്ക്കാമരം, അതായത് രണ്ട് കവുങ്ങ് കൂട്ടിക്കെട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അവർ എപ്പോഴും ഈ ദാരികാസുരന്മാരെ യോജിപ്പിക്കാൻ നോക്കുമ്പോൾ പറ്റില്ല. അവരെങ്ങനെയൊക്കെ ആയാലും അവർ ഒന്നായി വരും. അവർ ഒന്നായി വരുമ്പോൾ ഭയങ്കര മോശം കാര്യങ്ങളൊക്കെ ആയിരിക്കും, ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്യും. അപ്പോൾ അതിനെ നിഗ്രഹിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഒരു സ്ഥലത്തു നിന്ന് വെട്ടി ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ആ അമ്പലത്തിലെ ഭക്തജനങ്ങൾ തന്നെയാണ് അവരെ ഓഖ്യോ ഓഖ്യോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് കൊണ്ടുവരുമ്പോൾ ദേവനെ ദേവി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് കറക്റ്റ് കൊങ്ങിണി ഭാഷ അറിയില്ല. അങ്ങനെ വിളിച്ചുകൊണ്ട് അവർ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടെ റോഡിലൂടെ ഈ അടയ്ക്കാമരം ഇങ്ങനെ എടുത്ത് മുന്നോട്ടും പുറകോട്ടും നടക്കും. അതുപോലെ അതിൻ്റെ ഓരോ ഭാഗവും ഒരു ഭാഗം താന്നിരിക്കുമ്പോൾ ഒരു ഭാഗം ഉയർത്തി കൊടുക്കും. അതുപോലെ ഒരുമിച്ച് എല്ലാവരും കൂടി ഉയർത്തും. അപ്പം അത് കാണാൻ വരാപ്പുഴയിലുള്ള സകലമാന ജനങ്ങളും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടാകും. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ജാതി മതഭേദമന്യേ എല്ലാവരും അത് കാണാൻ വരും. അതൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ അടയ്ക്കാമരം വെട്ടുക എന്ന് പറയുന്നത്. ഇതിങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ്. ഇത് അമ്പലത്തിൻ്റെ മുൻഭാഗത്തുകൂടെ തന്നെ വേണം ഇത് അകത്തോട്ട് കൊണ്ടുപോകാൻ. കയറ് കെട്ടിവെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് രണ്ട് അസുരന്മാരാണെന്ന്, ദാരിക അസുരനാണെന്ന് വിശ്വസിച്ചിട്ടാണ് ആ കവുങ്ങിനെ അങ്ങനെ കെട്ടിവെക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കാണുന്നത്. അവർ വളരെ ആവേശഭരിതമായിട്ടാണ് ഈ കവുങ്ങ് അഥവാ അടയ്ക്കാമരം കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അതങ്ങനെ നടന്ന് അവർ അമ്പലത്തിലോട്ട് പ്രവേശിക്കും. അമ്പലത്തിൽ ചെന്നതിന് ശേഷം മാത്രമായിരിക്കും അവർ ആ കയറ് പൊട്ടിക്കാൻ, അതായത് എല്ലാ കയറും അഴിച്ച് കളയുന്നത്. അമ്പലത്തിൻ്റെ മുൻഭാഗത്തായി എത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ ചെണ്ടമേളം ഉണ്ടാകും. അതിൻ്റെ പുറകെയാണ് അടയ്ക്കാമരം കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ റോഡിൻ്റെ ഇരുഭാഗത്ത് നിൽക്കുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നിൽക്കണം. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിലായിരിക്കും റോഡിൻ്റെ ഇരുവശങ്ങളിലോട്ടും വരുന്നത്. അതുപോലെ തന്നെ മുന്നോട്ടും പുറകോട്ടും പോകും. ഈ അടയ്ക്കാമരം എടുത്ത് ഒരുപാട് ഹൈറ്റിലോട്ട് അവരിങ്ങനെ പൊക്കിയിടും. കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്, ഭക്തിനിർഭരമായ ഒരു നിമിഷമാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം റോട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടിയും.
മനത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ അടയ്ക്കാമരവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. അമ്പലത്തിൽ വന്നതിന് ശേഷം അവർ കുറേ പ്രാവശ്യം ഇത് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊക്കും. അതിന് ശേഷം ആ കയറൊക്കെ അഴിച്ചു മാറ്റാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന് ശേഷം അതിനെ രണ്ടാക്കിയതിന് ശേഷം അവർ അത് എടുത്തുകൊണ്ട് അമ്പലത്തിൻ്റെ കുറച്ച് അങ്ങോട്ട് തെക്ക് ഭാഗത്തോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് ഇതിനെ കുത്തി നിർത്തിയിട്ട് ഇതിനെ ദഹിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ഹോളികാ ദഹൻ എന്നാണ് അവരതിന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ആരും അവിടെ നിൽക്കില്ല. നമ്മളപ്പം തന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് പോകും. രണ്ട് അടയ്ക്കാമരം കൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കയറ് മുഴുവനായിട്ടും അവർ അത് ഊരി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ടാക്കി തന്നെയാണ് ഇതിനെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകേണ്ടത്. കുറച്ച് നേരം അമ്പലത്തിൽ കൂടെ, അതായത് ദാരികാസുരൻ്റെ കാല് പിളർന്നു വലിച്ചു കീറി എന്നൊക്കെയുള്ളൊരു സങ്കല്പമായിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഈ 2 കവുങ്ങും നിവർത്തി വെക്കും. സാധാരണ കവുങ്ങ് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ വെക്കും. അതിനുശേഷം അതിനെ കത്തിച്ച് കളയുകയാണ്. അങ്ങനെ ദാരികാസുരൻ നിഗ്രഹിച്ചു എന്നതാണ് വിശ്വാസം. അന്ന് അമ്പലത്തിൽ പോയിരിക്കുന്ന എല്ലാവർക്കും അന്ന് പെലയായിട്ടാണ് കണക്കാക്കുന്നത്. പിറ്റേ ദിവസം പോയി മഞ്ഞക്കുളിയിൽ പങ്കെടുക്കണം. അത് ദേവി കുരുതി കൊടുത്തതിന് ശേഷം ദേവി ശുദ്ധമാകുന്ന ഒരു ചടങ്ങായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം നമ്മളെല്ലാവരും പോയിട്ട് ആ മഞ്ഞക്കുളിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ദേവിക്ക് കൂടുതൽ സന്തോഷമായി വരുന്നത്.